സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങൾ ഇപ്പോൾ ബി.ജെ.പി ഭരിക്കുന്നുണ്ട്. ചിലയിടത്ത് ഒറ്റയ്ക്ക് ഭരിക്കുന്നുണ്ട്, ചിലയിടത്ത് കൂട്ടുകക്ഷി മന്ത്രിസഭയായിട്ട് കോalition ഗവൺമെന്റ് ആയിട്ട് ഭരിക്കുന്നുണ്ട്. തെക്കേ ഇന്ത്യയിലാണെങ്കിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് ഒരു ബാലികേറാം വലയായിട്ട് തുടരുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനു മുമ്പ് ഒരു സീറ്റായിരുന്നു, അത് 0 ഇത്തവണ 3 സീറ്റിലേക്ക് കടന്നു. അത് ബി.ജെ.പിയെ സംബന്ധിച്ച ഒരു നേട്ടമാണ്. പോണ്ടിച്ചേരിയിൽ അവർ അധികാരത്തിൽ വന്നു. ആന്ധ്രാപ്രദേശിൽ കൂട്ടുകക്ഷി മന്ത്രിസഭയുണ്ട്. തമിഴ്നാട് ഇപ്പോ ഈ ബി.ജെ.പിയെ സംബന്ധിച്ച് ഒരു ബാലികേറാം മലയായിട്ട് ഇപ്പൊ തുടരുന്നത് തമിഴ്നാടാണ്. പക്ഷെ തമിഴ്നാടിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ സാധ്യതകൾ ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷേ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ, ഈ തമിഴ്നാട് ബി.ജെ.പിക്ക് അകത്ത് തന്നെയുള്ള തൊഴുത്തിൽ കുത്ത്, അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ സീറ്റുകൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടാതെ വന്നത് എന്നുള്ളൊരു വലിയൊരു ആക്ഷേപം ഇപ്പൊ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. പ്രധാനമായിട്ട് പറയുന്നത് ബി.ജെ.പിയുടെ തമിഴ്നാട്ടിലെ തുരുപ്പ് ചീട്ടായിരുന്ന കെ അണ്ണാമലൈ എന്ന് പറയുന്ന ബി.ജെ.പിയുടെ തമിഴ്നാട്ടിലെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹത്തെ ഈ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി. അതിന്റെ ഭാഗമായിട്ടാണ് തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയം ക്ലച്ച് പിടിക്കാതെ പോയത് എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ അത് ഇപ്പൊ പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് അണ്ണാമലയെ വീണ്ടും ഉയർന്ന ഒരു പൊസിഷനിലേക്ക് തമിഴ്നാട് ബി.ജെ.പി ഉയർത്തും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഇതില് അണ്ണാമലയെ പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാം, അദ്ദേഹം ഇതിനു മുമ്പ് ഒരു IPS ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം അദ്ദേഹം ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള എല്ലാ കളികളും അറിയാവുന്ന ആളാണ്. മിടുക്കനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. നല്ല രീതിയിൽ സംസാരിക്കുന്ന നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാണ്. തമിഴ്നാട് ബി.ജെ.പിയിൽ ഇല്ലാതെ പോകുന്നത് ഇതുപോലെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള, ജനങ്ങളെ കയ്യിലെടുക്കാൻ സാധിക്കുന്ന ക്രൗഡ് പുള്ളേഴ്സ് ആയിട്ടുള്ള നേതാക്കന്മാരുമാണ്. അവിടുത്തെ ഇപ്പോഴത്തെ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് നായനാർ നാഗേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, ജനങ്ങളുമായിട്ട് ഈ അടിത്തട്ട് പ്രവർത്തകരുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത, ഒരു സ്വാധീനവുമില്ലാത്ത ഒരാളാണ്. ഈ നായനാർ നാഗേന്ദ്രന്റെ നിർബന്ധം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AIADMKയുമായിട്ട് ചേർന്ന് സഖ്യത്തിൽ മുന്നണിയായിട്ട് മത്സരിക്കണം എന്നുള്ളത്. അതില് അണ്ണാമലയ്ക്ക് അതിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു. അണ്ണാമലയെ പറഞ്ഞ് ബി.ജെ.പി ഒറ്റയ്ക്ക് എല്ലാ സീറ്റുകളിലും മത്സരിക്കണം, നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ കേന്ദ്ര നേതൃത്വം, ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം എന്തോ കാരണവശാൽ നായനാർ നാഗേന്ദ്രനൊപ്പം നിൽക്കുകയും അണ്ണാമലയെ ഒതുക്കുകയും ചെയ്തു. അതിന്റെ ഫലമാണ്, നോക്കൂ എത്രമാത്രം ബി.ജെ.പിയെ സംബന്ധിച്ച് ഇതിനു മുമ്പുണ്ടായിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന വോട്ട് ഷെയറിനേക്കാൾ എത്രമാത്രം താഴേക്ക് പോകുന്നു നോക്കുക. 3% വോട്ടാണ് ഇത്തവണ കിട്ടിയത്. ബി.ജെ.പിയെ സംബന്ധിച്ച ഒരു നാണക്കേടാണ്. ഒരൊറ്റ സീറ്റിൽ മാത്രം അവർക്ക് കഷ്ടിച്ച് 1000 വോട്ടിൽ താഴെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനും സാധിച്ചു. അപ്പോൾ ഇത്രയും തിരിച്ചടി കിട്ടിയതിന്റെ വെളിച്ചത്തിലാണ് അണ്ണാമലയെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നൊരു സ്ട്രാറ്റജി ഇപ്പോൾ ദേശീയ നേതൃത്വം തന്നെ, ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം തന്നെ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ ബി.ജെ.പിക്കുള്ളിൽ ഉള്ള വിലയിരുത്തൽ എന്ന് പറയുന്ന അണ്ണാമലയെ സംബന്ധിച്ച് ഈ ചെറുപ്പക്കാരുടെ, ജെൻസി എന്ന് പറയില്ല, അതുപോലെ ചെറുപ്പക്കാരുടെ വോട്ട്, അതുപോലെ സ്ത്രീകളുടെ വോട്ട്, ഇത് രണ്ടും സ്വാധീനിക്കാൻ വലിയ രീതിയിൽ സാധിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാമലയുടെ നേതൃത്വത്തിലാണ് ബി.ജെ.പി മത്സരിച്ചതെന്ന്. ആ സമയത്ത് വലിയ രീതിയിലുള്ള നേട്ടം കൊയ്യാൻ സാധിച്ചത് അണ്ണാമലയുടെ ഈ ഒരു കഴിവാണ്. ജനങ്ങളെ സംസാരത്തിലൂടെ, നല്ല ശക്തമായ പ്രസംഗത്തിലൂടെ കീഴടക്കാനും, അതുപോലെ ദ്രവിഡിയൻ പൊളിറ്റിക്സ്, ഈ AIADMK ആയാലും DMK ആയാലും ദ്രവിഡിയൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും ആക്രമിക്കുന്നത് എന്തിനെയാണ്? ഹിന്ദു വിശ്വാസങ്ങളെയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ അറിയാതെ സ്റ്റാലിന്റെ മകൻ എന്താ പറഞ്ഞതെന്ന്, സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആണ്, വൈറസ് ആണ്, എയ്ഡ്സ് ആണ്, കുഷ്ഠരോഗമാണെന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് യാതൊരു, അവിടെ മുഖ്യമന്ത്രി വിജയ് അതിനെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്, നമസ്കരിക്കുന്നതൊക്കെ കണ്ടു. മഹത് വചനങ്ങൾ പറഞ്ഞതിന് നന്ദി എന്നുള്ള നിലയിൽ, അല്ലെ? വേറെ ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ചായിരുന്നു ഇങ്ങനെ നിയമസഭയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഈ രാജ്യം കത്തുമായിരുന്നു, ഇല്ലേ? ഇതിപ്പോ ഹിന്ദു മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സനാതന മതത്തെക്കുറിച്ചോ ആയതുകൊണ്ട്, സനാതന ധർമ്മത്തെക്കുറിച്ചായതുകൊണ്ട് ഈ നാട്ടിലെ പുരോഗമന ജനാധിപത്യ ഫാഷിസ്റ്റ് വിരുദ്ധർ മതേതര സുഗ്രീവന്മാരാരും മിണ്ടിയില്ല. നിങ്ങൾ ആരെങ്കിലും മിണ്ടി കണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഹിന്ദു മതത്തോടുള്ള ഈ അവഗണന, അല്ലെങ്കിൽ ഹിന്ദു മതത്തിനെതിരെ ഈ രീതിയിലുള്ള സംഘടിതമായിട്ടുള്ള ഈ ദ്രവിഡിയൻ പൊളിറ്റിക്സ് എന്നുള്ള പേരിലാണ് ഈ ആക്രമണം എല്ലാം വരുന്നത്. പറയുന്നത് ശുദ്ധവംശീയതയാണത്. പക്ഷെ അപ്പൊ അങ്ങനെയുള്ള സംസാരങ്ങൾ, അങ്ങനെയുള്ള കുപ്രചാരണങ്ങൾ, അതിനെതിരെ കൃത്യമായിട്ട് ജനങ്ങളുടെ വികാരത്തെ ഉണർത്താനായിട്ടും, ജനവികാരം ഉണർത്താനായിട്ടും, ജനങ്ങളെ സംഘടിപ്പിക്കാനായിട്ടും അണ്ണാമലയ്ക്ക് സാധിച്ചു 2024. പക്ഷെ ഇത്തവണ ആളുണ്ടായില്ല. അതുകൊണ്ടാണ് ഇത്തവണ പരാജയം നേരിടേണ്ടി വന്നത്. ഇത് തമിഴ്നാട്ടിലെ ഈ രാഷ്ട്രീയത്തിലെ ബി.ജെ.പിയുടെ വളർച്ച അല്ലെങ്കിൽ തളർച്ച, അത് ഏത് രീതിയിൽ വേണമെങ്കിൽ കാണാം. അത് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം.
ഈ കേന്ദ്രത്തിൽ BJP സർക്കാരിന് കിട്ടുന്ന വിജയത്തിന്റെ ഒരു അംശം പോലും തമിഴ്നാട്ടിൽ കിട്ടാറില്ല. കേന്ദ്രത്തിൽ BJP വലിയ രീതിയിൽ വളരുമ്പോൾ പോലും തമിഴ്നാട്ടിൽ ആ വളർച്ച കാണാറില്ല. ഇപ്പൊ 2014 നോക്കൂ, 2014 നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു. തമിഴ്നാട്ടിൽ വട്ടപൂജ്യമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ വർഷം. 2019 നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP കേന്ദ്രത്തിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചു, NDA സീറ്റുകൾ വർദ്ധിപ്പിച്ചു. തമിഴ്നാട്ടിൽ വെറും 2.92, അതായത് 3% താഴെയായിരുന്നു അപ്പോഴും BJPക്ക് വോട്ട് ഷെയർ. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ 4%-ഓളമായിരുന്നു BJPയുടെ വോട്ട് ഷെയർ. ആ 2021 ആ 4% എന്ന് പറയുന്നത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അണ്ണാമലയുടെ നേതൃത്വത്തിൽ BJP അത് NDA ആയിട്ട് സഖ്യകക്ഷികളോടുകൂടി മത്സരിച്ചപ്പോൾ 17%-ഓളം വോട്ട് ഷെയർ ഉയർത്താൻ സാധിച്ചു. NDAയുടെ വോട്ട് ഷെയർ 17%-ഓളം ഉയർത്താൻ സാധിച്ചു. BJPയുടെ മാത്രം ഏതാണ്ട് 11.5% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു 2024 അണ്ണാമലയുടെ നേതൃത്വത്തിൽ മത്സരിച്ചപ്പോൾ. കേന്ദ്രത്തിൽ BJPക്ക് പിന്തുണ കുറഞ്ഞപ്പോൾ അല്ലെങ്കിൽ സീറ്റുകൾ കുറഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ 4 ഇരട്ടി വോട്ട് ഷെയർ കൂടി എന്നുള്ള കാര്യം നമ്മൾ കാണേണ്ടതാണ്. ഇതോടുകൂടിയാണ് അണ്ണാമലയുടെ ശനിദശ ആരംഭിക്കുന്നത്. കാരണം BJPക്ക് അകത്തെ കുറെ താപ്പാനകളുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ നയനാർ നാഗേന്ദ്രനെ പോലെയുള്ളവർ, അതുപോലെ സൗന്ദരരാജനെ പോലെയുള്ള വലിയ വലിയ നേതാക്കന്മാർ, ഇവരെല്ലാം ഗ്രൂപ്പിസത്തിന്റെ ആശാന്മാരാണ്. ഈ താപ്പാനകളുടെ ഐഡിയ ആയിരുന്നു AIADMKയുമായിട്ട് നമുക്ക് കൂട്ടുചേരാം, AIADMKയുമായിട്ട് ഒരു മുന്നണി ഉണ്ടാക്കി 2026 മത്സരിക്കാന്നുള്ളത്. അവർ കരുതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തമിഴ്നാട്ടിൽ നിങ്ങൾ രാഷ്ട്രീയം മനസ്സിലാക്കി അറിയാം, ഈ AIADMK എന്ന് പറയുന്നത് വെറും കുഴിമടിയന്മാരാണ്. ജയലളിത ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഒരു കേഡർ സംവിധാനത്തിലൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചു, കാരണം ശക്തിയായ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ജയലളിതയുടെ മരണത്തിന് ശേഷം ഇവർ വെറുതെ ഇങ്ങനെ ഈ കുഴിമടിയന്മാർ ഒരു പണിയെടുക്കാൻ സാധിക്കില്ല. അപ്പൊ AIADMK കൃത്യമായിട്ട് കരുതിയിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, DMKക്കെതിരെ വളരെ ശക്തമായ ഒരു ജനവികാരമുണ്ട്. DMKയുടെ ഇപ്പൊ ഭരണത്തിനെതിരായിട്ടും അതുപോലെ കൊറപ്ഷൻ അതിനെതിരായിട്ട് ഒരു ശക്തമായ ജനവികാരമുണ്ട്. വിജയ് അവിടെ മൂന്നാമതൊരു ഒരു പാർട്ടിയായിട്ട് ഉയർന്നു വരുന്നുണ്ട്. വിജയ് വലിയ താരപ്രഭയുള്ള ആളാണ്. അപ്പൊ ഈ വിജയ് കൃത്യമായിട്ട് DMKയുടെ വോട്ടുകൾ പിടിക്കും, DMKയുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യിക്കും. അപ്പൊ അതിന്റെ ഇടയിലൂടെ ഇവർ രണ്ടുപേരുടെ ഇടയിലൂടെ AIADMKക്ക് ജയിച്ചു കയറാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ BJP AIADMKയുടെ കൂടെ അങ്ങ് കൂടിക്കഴിഞ്ഞാൽ ഭരണത്തിൽ കയറാം എന്നുള്ള വളരെയധികം, ഞാൻ പറഞ്ഞല്ലോ, ഈ മെയ്യനങ്ങാതെ പണിയെടുത്ത് ശാപ്പാട് കഴിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. പക്ഷെ അതാണ് അണ്ണാമലയെ അപ്പോൾ തന്നെ ഈ കേന്ദ്ര നേതൃത്വത്തെ വാൺ ചെയ്തിരുന്നതാണ്, ഇത് നടക്കാൻ പോകുന്നില്ല. AIADMKയുമായിട്ട് കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ, ഈ മടിയന്മാരുടെ കൂടെ കൂട്ടുകൂടി കഴിഞ്ഞാൽ ജനങ്ങൾ, നമുക്ക് വോട്ട് ചെയ്യാനുള്ള ജനങ്ങൾ പോലും, ഹിന്ദുക്കളുടെ വോട്ട് പോലും കിട്ടില്ല. BJPക്ക് കിട്ടേണ്ടിരുന്ന വോട്ടുകൾ പോലും വിജയ്ക്ക് പോയി എന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ മനസ്സിലാക്കിയത്. നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ട, ഈ വിജയ്ക്ക് ഇത്ര വോട്ട് കിട്ടാനുള്ള ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് അണ്ണാമലയാണ്. കാരണം അണ്ണാമലയുടെ നേതൃത്വത്തിൽ BJP ഒരു മൂന്നാമതൊരു മുന്നണി അല്ലെങ്കിൽ മൂന്നാമതൊരു രാഷ്ട്രീയ ശക്തിക്കുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്തു. DMKക്കും AIADMKക്കും എതിരായിട്ട് ഒരു ബദൽ ശക്തി എന്നുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത അണ്ണാമലയാണ്. അവിടെ പക്ഷേ അണ്ണാമല അല്ലെങ്കിൽ BJPക്ക് ആ സ്പേസിൽ നിന്ന് തിരഞ്ഞെടുപ്പ് മത്സരിക്കാൻ സാധിച്ചില്ല. കാരണം അവസാനം കേന്ദ്ര നേതൃത്വത്തെ സ്വാധീനിച്ച് ഇവര് AIADMKയുടെ കൂടെ കൂടി. അപ്പൊ ഈ മൂന്നാമത്തെ ഈ സ്പേസ്, ഈ തേർഡ് ഫോഴ്സ് എന്ന് പറയുന്ന സ്പേസിൽ കൃത്യമായിട്ട് വിജയ് കയറി വരികയും ആ സ്പേസിൽ ആ ഒരു വാക്യൂം, ആ വാക്യൂമിൽ കയറിയിട്ട് ഈ DMKക്ക് എതിരായിട്ടുള്ളത് AIADMKക്ക് എതിരായിട്ടുള്ള വോട്ടുകൾ സമാഹരിച്ച്, പിന്നെ സ്വന്തം നിലയ്ക്കുള്ള വോട്ടുകൾ സമാഹരിച്ച് വിജയ് അധികാരത്തിൽ കയറിയിരിക്കുന്നു. അപ്പോൾ ശരിക്കും വിജയ് കടപ്പെട്ടിരിക്കുന്ന അണ്ണാമലയോടാണ് ഈ തേർഡ് ഫോഴ്സ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതിന്, അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് BJPയുടെ നേതൃത്വത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് BJPക്ക് ഈ വലിയ പരാജയത്തിലേക്ക് കാരണമായത്. നിങ്ങൾ നോക്കൂ, വിജയ് യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വലിയ അധികം തെരഞ്ഞെടുപ്പ് റാലികൾ, 6-7 തെരഞ്ഞെടുപ്പ് റാലികൾ മാത്രമേ വിജയ് നടത്തിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വളരെ നാമമാത്രമായിട്ട് പ്രവർത്തിച്ചിട്ട് പോലും 35-36% വോട്ടുകളാണ് വിജയ് പിടിച്ചത്. അങ്ങനെയുള്ള അതായത് ഈ വിജയുടെ കരിസ്മ, വിജയുടെ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള ആ ഒരു ഇമേജ്, തമിഴ്നാടുകാർക്ക് സിനിമയോട് വലിയ കമ്പമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇമേജ് അതിനെ എൻകാഷ് ചെയ്തിട്ടാണ് വിജയ് ഈ രീതിയിലുള്ള, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അണ്ണാമലയെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ആ ഒരു തേർഡ് ഫോഴ്സിനുള്ള ആ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ആ സ്പേസ് കൃത്യമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്ത് യൂസ് ചെയ്തു എന്നുള്ളതാണ് വിജയ് കൃത്യമായിട്ട് ചെയ്തത്. ഇത്തവണ 35% കിട്ടിയ വിജയ് ഇനിതാ 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കൃത്യമായിട്ട് 50% മുകളിൽ വോട്ട് പിടിക്കും എന്നുള്ള കാര്യം BJPക്ക് അറിയാം. വിജയെ തടഞ്ഞു നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ. നോക്കൂ, ഇന്നത്തെ സ്ഥിതിയിൽ വിജയെ എതിർക്കാനായിട്ടുള്ള, വിജയ്ക്ക് ഏറ്റവും അനുയോജ്യനായ എതിരാളി എന്ന് പറയുന്നത് അണ്ണാമലയായിരിക്കും. അണ്ണാമലയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജെൻസി ചെറുപ്പക്കാരായിട്ടുള്ള വോട്ടർമാരുടെയും സ്ത്രീകളുടെയും എല്ലാം വോട്ട് പിടിക്കാനായിട്ട് അണ്ണാമലയ്ക്ക് വലിയ രീതിയിൽ സാധിക്കും. അദ്ദേഹം തെളിയിച്ചിട്ടുമുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ്, ഇവാഞ്ചലിസ്റ്റ് ലോബി കൃത്യമായിട്ട് ക്രിസ്ത്യൻ വികാരം ഉണർത്തി അവിടെ ദളിതർ, ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻ ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് പോയ ദളിതർ, അപ്പൊ അവരുടെ ഒരു രക്ഷകൻ, അവരുടെ ഒരു മെസ്സായ എന്നുള്ള രീതിയിൽ വിജയ്
വിജയ് സ്വയം പ്രൊജക്ട് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലോ യേശുക്രിസ്തുവിന്റെ ചിത്രമൊക്കെ പിടിച്ചിട്ട് മൂപ്പര് നടത്തിയ പ്രചാരണം, ആ രീതിയിലും ജനങ്ങളെ ഉണർത്താനായിട്ട് അല്ലെങ്കിൽ ജനങ്ങളെ മൊബിലൈസ് ചെയ്യാനായിട്ട് വിജയ്ക്ക് സാധിച്ചു. ഇതിന്റെ എല്ലാം ചേർന്നിട്ടുള്ള ഒരു വിജയമാണ് വിജയ് അവിടെ നേടിയത്. അപ്പൊ 2029 ഈ വിജയെ തടഞ്ഞു നിർത്തണം എന്നുണ്ടെങ്കിൽ BJP കൃത്യമായിട്ട് അന്നാമലയെ മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരിക തന്നെയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ TVK, അതായത് വിജയും അതുപോലെ കോൺഗ്രസും ചേർന്നുള്ള ഈ അലയൻസ് ഈ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൂത്തുവാരി എടുത്തു കഴിഞ്ഞാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കരുണാനിധിക്കും ജയലളിതയ്ക്കും പിന്നീട് ഇപ്പൊ സ്റ്റാലിനും, ഈ മൂന്നും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വിജയാണ് നാലാമതൊരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു നേതാവായിട്ട് വന്നിട്ടുള്ളത്. ആ നേതാവിന് ഒരു ഓൾട്ടർനേറ്റീവ് ഫേസ് ആയിട്ട് ഈ BJPക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ജനങ്ങളുടെ മുന്നിൽ വയ്ക്കാവുന്നത് കൃത്യമായിട്ടും അന്നാമലയുടെ ഫേസ് തന്നെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ തമിഴ്നാട്ടിൽ ഇപ്പൊ BJPക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വോട്ട് ഷെയർ വീണ്ടും റിവൈവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. തമിഴ്നാട്ടിലെ ഈ രാഷ്ട്രീയത്തിന്റെ ഈ ഉള്ളുകളികൾ, ഈ ഇൻട്രിക്കസീസ് കേരളത്തിൽ അധികം മാധ്യമങ്ങൾ പറയാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത താല്പര്യമുള്ളവർക്കായിട്ട് ഞാൻ പറഞ്ഞത്. താങ്ക് യു. ജയ് ഹിന്ദ്.